3 മാതളുണ്ട് എൻ്റെ വീട്ടിൽ. അപ്പം അതിലൊരു മാതളാണിത്, ചട്ടിയിലാണ് നിൽക്കുന്നത്. ചെറിയ തയ്യാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ചെറിയ ചട്ടിയിൽ നിന്ന് വലിയ ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ട് അപ്പോൾ അതെ പൂവും കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് റെഡ് കളറിലുള്ള മാതളാണ്. ഉണ്ട്, ഇവിടെയൊക്കെ മുട്ടുണ്ട്. ഇവിടെ മുട്ടുണ്ട്. പിന്നെ 3 കായ വിരിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഒരു കൊലയിൽ 3 കായുണ്ട്. ഉണ്ടോ? അപ്പം അത് റെഡ് കളറ് ഉള്ളിലായിട്ടുള്ള മാതളാണത്. ഈ മാതളം എന്ന് പറഞ്ഞാൽ നിറയെ ഇലകളൊക്കെ ആയിട്ട് നല്ല ബുഷായിട്ട് വളരുന്ന ഒരു മാതളാണ്. ഇത് ചെറിയ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പെട്ടെന്ന് തന്നെ പൂവിട്ട് കായൊക്കെ പിടിക്കുന്നുണ്ട്. ഇതിന്റെ മുള്ളാണ് ഈ കാണുന്നത്. അങ്ങനെ മുള്ളൊക്കെ ഉള്ള മാതളാണിത്. അങ്ങനെ കൊലയായിട്ട് കായ പിടിക്കുന്ന ഒരു മാതളാണ്. പിന്നെ ഇതാണ് വേറൊരു മാതളം. ഇത് ഞാൻ താഴത്താണ് നട്ടിട്ടുള്ളത്. ഇത് നമ്മൾ മാതളം കടയിൽ നിന്ന് വാങ്ങിയിട്ട് കേടായത് കളയില്ലേ, അതിൻ്റെ കുരു തന്നെ മുളച്ച് വന്നതാണ്. അപ്പം ഞാനിതുപോലെ ഒരു ചെറിയ കവറിലൊക്കെ നട്ടിട്ട് കുറച്ച് വലുതായപ്പോൾ ഞാൻ മണ്ണിലേക്ക് വളങ്ങളൊക്കെ ചേർത്ത് നട്ടതാണ്. അത് നല്ല സൂപ്പറായിട്ട് വളർന്നു വരുന്നുണ്ട്. ഈ മാതളം ഞാൻ ആദ്യം നട്ട മാതളം. ഇതിന് ചട്ടി തന്നെയാണ്. ഇതുമ്മ കായുണ്ടായിട്ട് വിളവെടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രൂൺ ചെയ്തിട്ട് നന്നായി പൊടിച്ചൊക്കെ വരുന്നുണ്ട്. നമ്മൾ നട്ട് നോക്കുന്ന പോലെയാണ് നമ്മളെ വീട്ടിൽ ഏത് പഴം ഉണ്ടാവുന്നത്. അപ്പോൾ കടകളിൽ നിന്ന് മാത്രം വാങ്ങിയിരുന്ന മാതളം നമ്മളുടെ വീടുകളിലും കായ്ക്കുന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. അപ്പം നന്നായി അവരെ പരിപാലിക്കുന്ന പോലെ ഇരിക്കും. നല്ല വളങ്ങളൊക്കെ കൊടുത്ത് നന്നായി നനച്ചൊക്കെ കൊടുത്ത് സമയത്തിന് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരുടെ വീട്ടിലും പഴങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എപ്പോഴും ഇങ്ങനെ ഇതിൻ്റെ അടുത്തൊക്കെ വന്ന് നോക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഇതുപോലെയുള്ള പഴച്ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക.